ഹലോ, നമുക്കിന്ന് ചൂടിന് കുടിക്കാൻ പറ്റിയ ഒരു ലെമണിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കാം. ലെമണും ഇഞ്ചിയും ഷുഗറും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അത് കുറച്ച് നാൾ നമുക്കങ്ങനെ സ്റ്റോർ ചെയ്യാം. 1-2 മാസം ഒന്നും ഇവിടെ ഇരിക്കത്തില്ല, തീർന്നു പോകും. എന്നാലും അത്രയും നാൾ വെക്കാം. അതിൻ്റെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി നമുക്ക് വെച്ച് അത്യാവശ്യം വരുമ്പോൾ, വെയിലത്തൊക്കെ പോയിച്ച് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കുടിക്കാം. അങ്ങനത്തെ ഒരു അന്നേരം നമ്മൾ പോയി ലെമൺ പിഴിയണ്ട. ഇത് പിഴിഞ്ഞ് അങ്ങനെ ഫ്രിഡ്ജ് വെച്ച് 1-2 മാസം വരെ ഇരിക്കും. നമുക്കങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ലതാണ്, എളുപ്പമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു. ഇത് ഏകദേശം 1 കിലോ നാരങ്ങയുണ്ട്. നല്ല ഫ്രഷ് നാരങ്ങ വേണം. നല്ല കേടായതൊന്നും എടുക്കല്ല. നല്ല നാരങ്ങ ഞാൻ കഴുകി ഇങ്ങനെ വെള്ളം പോകാൻ വെച്ചേക്കുക. നാരങ്ങ നോക്കണം, ഒട്ടും കേടില്ലാത്ത വേണം. കേടുള്ള ഇട്ടത് അഴുക്കായിപ്പോൾ പൂത്തു പോകും. അത് നല്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ല തുണിയിലൊക്കെ ഒന്ന് തുടച്ച്, ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുത്ത് ഉണങ്ങി വെക്കുക. എന്നിട്ട് നമ്മളത് പിഴിയുമ്പോൾ കുരു ഒന്നും വീഴരുത്. കുരു വീഴാതെ നമുക്ക് ആ നാരങ്ങ പിഴിയെടുക്കുക. ഇത്ര ഇഞ്ചി വേണം. ഇഞ്ചി ചെത്തിയാൽ വെള്ളം പോകാൻ വേണ്ടി വെച്ചേക്കുക. ഇത്ര ഇഞ്ചി എടുക്കണം. ഒരു 1/4 കിലോ ഇഞ്ചി ഇല്ല, ഒരു 200 ഗ്രാം ഇഞ്ചി അത്ര അതും എടുത്തിട്ട് നമുക്ക് ഇഞ്ചി ഒന്ന് മിക്സിക്കകത്തിട്ട് അരയ്ക്കാം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചരച്ച വെള്ളം, തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ച് ആ ഇഞ്ചി അരച്ചു. എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കാം. ആ ഇഞ്ചിയുടെ സിറപ്പ് വന്നിട്ട് നമുക്ക് അരിക്കാം. ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഇങ്ങനെ അരിച്ച് ഒരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ അത് ഫുള്ളായി ഇങ്ങനെ എടുക്കാം. പിന്നെ ഞെക്കി എടുത്തിട്ട് ആ ഇഞ്ചിയുടെ ചാറ് മുഴുവൻ എടുത്ത് വെക്കാം. എന്നിട്ട് നാരങ്ങ നമുക്ക് ഫുള്ള് പിഴിഞ്ഞ് കുരു വീഴാതെ ഫുള്ള് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത്രയും നാരങ്ങാനീര് കിട്ടിയിട്ടുണ്ട്. ഈ നാരങ്ങയുടെ തോട് നമുക്ക് മാറ്റി വെക്കാം. അച്ചാറിടാം, അല്ലെങ്കിൽ സിങ്കൊക്കെ കഴുകിയെടുക്കാം. ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് പിന്നെ പുറകെ അച്ചാറിടാം. 2 ദിവസമൊക്കെ ഫ്രിഡ്ജിരിക്കും. ഇത്രയും നാരങ്ങാനീര് കിട്ടി. ആ നാരങ്ങാനീര് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുക. അതിനകത്തൊന്നുമില്ല, എന്നാലും കുരു ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും. കുരുവോ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ ഒന്നുകൂടെ നമുക്ക് നാരങ്ങാനീര് ഇങ്ങനെ അരിച്ചെടുക്കാം. 1-2 തണ്ട് ചെറിയ കുരുക്കളുണ്ട്, ചെറിയ കുരു 2 ഉണ്ട്. അത് മുഴുവൻ അരിച്ചെടുത്തിട്ട് ഇത് നമുക്കതിനെ ഈ ഗ്ലാസ്സിനകത്ത് അളന്ന് നോക്കും. പഞ്ചസാരയുടെ എത്ര വേണം. ഈ ചെറിയ ഗ്ലാസ്സിനകത്ത് ഏതെങ്കിലും ഇതിനകത്ത് ഞാൻ ഈ ഗ്ലാസ് അളക്കുന്നുള്ള ഒരേ പാത്രമായിരിക്കണമെന്നുള്ള അളക്കുന്ന കപ്പ് ഒരേ കപ്പായിരിക്കണം. ഞാനിപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് അളക്കുന്നു. ഈ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് അളന്നപ്പോൾ എനിക്ക് 2.5 ഗ്ലാസ് ഉണ്ട്. 2.5 ഗ്ലാസ് ലെമൺ ജ്യൂസ് ഉണ്ട്. ഈ ലെമൺ ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്നിട്ട് ഇഞ്ചി അരിച്ചെടുത്തത് നമ്മളിങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ഈ പഞ്ചസാര എടുക്കാം. 2.5 ഗ്ലാസ് ലെമൺ ജ്യൂസിന് 5 ഗ്ലാസ് പഞ്ചസാര വേണം. നേരെ ഇരട്ടി. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് പോലെ. നമുക്ക് 2.5 ഗ്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് 5 ഗ്ലാസ് പഞ്ചസാര. എന്നിട്ട് അതേപോലെ ലെമൺ ജ്യൂസിൻ്റെ അത്രയും വെള്ളം, 2.5 ഗ്ലാസ് വെള്ളം, ആ 2.5 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ട് അതിനെ നമുക്ക് സിറപ്പാക്കാം. അത് അടുപ്പേ വെച്ചിട്ട് സ്റ്റൗവേ വെച്ചിട്ട് അത് ഇളക്കി നമുക്ക് പഞ്ചസാര എങ്ങനെയെങ്കിൽ പാനിപ്പരുവൊന്നും ആകണ്ട, നല്ല ഇടച്ച് തിളക്കും. ഈ ഇഞ്ചി ഇങ്ങനെ ഇരിക്കുമ്പം ഇഞ്ചിക്കകത്തൊരു ഡിപ്പോസിറ്റ് വരും അതിൻ്റെ താഴത്ത്. അതങ്ങ് മാറ്റണം. ഇത് കണ്ട ആ ഡിപ്പോസിറ്റ് ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് ആ ഇഞ്ചിയുടെ ഭയങ്കര ഒരു കുത്തലിയോ വരും. ഒരു ഭയങ്കര എന്തോ അതിന് പറയുന്ന ഒരു കുത്തലിയോ വരത്തില്ല, ഇച്ചിരി തിക്കായിട്ട്. ഇതതിൻ്റെ ഡിപ്പോസിറ്റ്. അത് നമുക്ക് വേണ്ട. എത്ര ഡിപ്പോസിറ്റ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ആ സാധനം വേണ്ട, അതങ്ങ് കളഞ്ഞേക്കാം. അതിന് നീര് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇഞ്ചി ഒന്നുകൂടെ അങ്ങനെ ഇത് കളഞ്ഞിട്ട് ഡിപ്പോസിറ്റ് കളഞ്ഞിട്ട് ഇഞ്ചി ഒന്നുകൂടെ അങ്ങനെ വെക്കാം. ഒന്നുകൂടെ അത് ഇരുന്ന് കുറച്ചുകൂടെ ഡിപ്പോസിറ്റ് ഇളകും. പഞ്ചസാര ഇങ്ങനെ ഇളക്കി നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീഡിയം തീ വെക്കാം. മീഡിയം തീ വിളച്ചിട്ട് ഒരു നൂല് പരുവമാകണം. അതിപ്പോൾ ഇച്ചിരി കൂടെ വരണം. അങ്ങനെ ഒത്തിരി പാനിപ്പരുവാകണ്ട, ഒരു നൂൽപ്പരുവാകണം. കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നൂൽപ്പരുവാക്കി എടുക്കാം. 2-3 മിനിറ്റ് ഇച്ചിരി കൂടെ തിളയ്ക്കണം. അത് നല്ലതായിട്ട് അങ്ങനെ തിളച്ചിട്ട് ഇച്ചിരൂടൊരു നൂൽപ്പരുവമാണ്. ഇപ്പം എന്നിട്ട് ഇങ്ങനെ നൂൽപ്പരുവമായി. അപ്പം നമുക്കത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ ഇഞ്ചി നീര് അതിനകത്തോട്ട് ഒഴിക്കാം. അത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നാരങ്ങാനീര് ഒഴിക്കാം. എന്നിട്ട് ഇഞ്ചി ഒഴിക്കുക. ഇഞ്ചി ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഡിപ്പോസിറ്റ് ഒഴിക്കരുത്. ഇനിയും കാണാൻ ഡിപ്പോസിറ്റ് കണ്ട് കുറച്ചും കൂടെ ഉണ്ട്, അത് വേണ്ട. അതും കൂടെ ഒഴിച്ചിട്ട്
അത്രയാണ് ഡിപ്പോസിറ്റ്, അതും കളയാതെ വേണ്ട. ഒന്നൊരിളക്കി നമുക്കങ്ങനെ വെച്ചേക്കാം. അത് വെച്ച് ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ, വലിയ ചൂടില്ല. ചെറിയ ചൂടിൽ അങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഇത് അരിക്കാം. ഈ പഞ്ചസാരക്കകത്ത് അഴുക്കോ ഇഞ്ചിനീരിനകത്ത് അഴുക്കോ എന്തോരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് അരിച്ചെടുക്കാം. ഒന്നുകൂടെ അരിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്നാലും നമുക്കൊന്നുകൂടെ അരിക്കാം. അരിച്ചിട്ട് ഇതിനെ ഒരു കുപ്പിക്കകത്താക്കി വെക്കാം. ഒരു ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജ് വെച്ചേക്കാം. ഇപ്പോൾ എനിക്ക് ഇത്രയും 2 ബോട്ടിൽ കിട്ടി. 2 ബോട്ടിൽ കിട്ടി, അതങ്ങനെ ഫ്രിഡ്ജ് വെച്ചേക്കാം നമുക്ക്. ഇനി അതിലെടുത്ത് ഒരു 2 സ്പൂണ് മതി. 2 സ്പൂണ് ഈ സിറപ്പും ഇത്ര സിറപ്പ് പോകും. കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് സ്പൂണിട്ട് ഇളക്കിയെടുക്കാം. ലെമൺ ജ്യൂസായി, ലെമൺ സിറപ്പായി. തണുപ്പിന് നല്ല സാധനമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം.